ഹായ് ഹലോ ഞാൻ ജിജോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോയിലുള്ളത് നമ്മുടെ യു കെയിലെ ഹാലോവിൻ സെലിബ്രേഷൻ ആണ്. അപ്പം നമുക്കറിയാം എന്താണ് ഹാലോവിൻ എന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയാൻ പറ്റുമായിരിക്കും. അപ്പം നമ്മുടെ നാട്ടിൽ കൂടുതലും ഹാലോവിൻ ഒന്നും സെലിബ്രേറ്റ് ചെയ്യാറില്ല. എല്ലാവരും വിചാരിക്കുന്ന ഹാലോവിൻ എന്ന് പറയുന്ന ഒരു ഈവിൾ ഫെസ്റ്റിവൽ ആണ്, അങ്ങനെയൊക്കെയാണ്, സാത്താൻ്റെ വർഷിപ്പാണ് എന്തൊക്കെയാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ ഇവിടുത്തെ ഒരു കൾച്ചറൊക്കെ വെച്ചിട്ട് അവര് അങ്ങനെയല്ല ആ ഒരു ഹാലോവിൻ എന്ന് പറയുന്ന കാര്യങ്ങൾ ആഘോഷിക്കുന്നത്. ഇവിടെ നമ്മുടെ സമ്മർ തീർന്ന് വിന്ററിലേക്ക് മാറുന്നത് നവംബർ 1 തീയതിയാണ്. അപ്പം ഈ ഒരു സെപ്റ്റംബർ ഒക്ടോബർ 31 ആണ് ഇവിടെ ഹാലോവിൻ ആഘോഷിക്കുന്നത്. അപ്പോൾ അന്നത്തെ ദിവസം ഇവര് വിചാരിക്കുന്ന ഇവള് ഭൂമിയിലേക്ക് വന്നിട്ട് ഇവിടെയുള്ള ആൾക്കാരെയൊക്കെ അറ്റാക്ക് ചെയ്യും, അവരെ ഉപദ്രവിക്കും എന്നുള്ള രീതിയിലൊക്കെയാണ് ഇവര് വിചാരിക്കുന്നത് ആ ഒരു പർട്ടിക്കുലർ ദിവസം. അപ്പം അന്നത്തെ ദിവസം എല്ലാവരും എന്ത് ചെയ്യും, അവരെ അകറ്റി നിർത്താൻ വേണ്ടിയിട്ട്, അവരിൽ നിന്ന് ഒരു അറ്റാക്ക് ഇട്ടായിരിക്കുന്നത് അവരുടെ ഒരാളാണെന്ന് അവരെ തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്യും, ഇവരും സ്കെയറി ആയിട്ടുള്ള അല്ലെങ്കിൽ പീഡിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു കോസ്റ്റ്യൂംസ് ഒക്കെ ധരിച്ചിട്ട് ഇവരും ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങും. അപ്പം അങ്ങനെയാണ് ഇവിടുത്തെ ഒരു സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ പറയുന്നത്. ഇപ്പം നമ്മുടെ നാട്ടിൽ നമ്മൾ കണ്ടു വളർന്നത് പഠിച്ചതൊക്കെ വെച്ചിട്ട് നമ്മൾ വിചാരിക്കുന്നത് ഇത് ഭയങ്കര മോശമായിട്ടുള്ള സെലിബ്രേഷൻ ആണ്, അങ്ങനെയൊക്കെയാണ് നമ്മൾ പഠിച്ചു വന്നിരിക്കുന്നത്, മീൻസ് നമ്മൾ കണ്ടു വന്നിരിക്കുന്നത്. ഇവിടെ എന്ന് പറയുമ്പോൾ കുട്ടികൾ തൊട്ടിട്ട് ഏജ്ഡ് ആയിട്ടുള്ളവർ പോലും സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ഫെസ്റ്റിവൽ ആണ് ഇവിടെ ഹാലോവിൻ എന്ന് പറയുന്നത്. ഹാലോവിന്റെ ഈ ഒരു സെലിബ്രേഷൻ വീഡിയോ കാണുന്നതിന് മുമ്പ് ഞാൻ വേറൊരു സൂത്രം കാണിച്ചു തരാം. അതായത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ഇവിടെ നമുക്ക് യു കെയിൽ ടൈം സോൺ ചേഞ്ച് ആവുന്ന ഒരു കാര്യമുണ്ട്. അപ്പം നമ്മുടെ ഇപ്പം സമ്മറിൽ നിന്ന് വിന്ററിലേക്ക് മാറുമ്പം ടൈം ഡിഫറൻസ് വരും. ഇപ്പം സമ്മർ ടൈമിൽ നമുക്ക് ഇന്ത്യയായിട്ട് നമുക്ക് ഡിഫറൻസ് വരുന്നത് 4.5 മണിക്കൂറാണ്. പക്ഷെ എന്നാൽ നമ്മളത് വിന്ററിലേക്ക് കയറുമ്പോൾ നമുക്ക് 5.5 മണിക്കൂറാവും നമ്മുടെ ഇന്ത്യയായിട്ട് നമുക്ക് ഡിഫറൻസ് വരുന്നത്. അത് നമുക്ക് യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഒരുപാട് വീഡിയോസ് ഒക്കെ ഉണ്ട്. നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് ടൈം ഇപ്പം സമ്മറിൽ നിന്ന് വിന്ററിലേക്ക് ആകുമ്പോൾ ബാക്കിലേക്ക് കാണുന്നു. അതായത് നെറ്റായിട്ട് ഓൺലൈനായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ മാറും. അത് മാനുവലി ഉള്ളത് നമ്മൾ തന്നെ ചെയ്യണം. അതൊക്കെ യൂട്യൂബിൽ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ യു കെ ടൈം സോൺ ചേഞ്ച് എന്ന് പറഞ്ഞിട്ട് അടിച്ചു കൊടുത്താൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പം ഇവിടെ എന്ന് പറഞ്ഞാൽ ബിഗ് ബെൻ എന്ന് പറയുന്നത് ഒരു ക്ലോക്ക് ടവർ ആണ്. അപ്പം ഇവിടെ ചെയ്യുന്നത്, ഇവിടെ മാനുവലായിട്ട് തിരിച്ചിട്ടാണ്, അത് മാനുവലായിട്ടാണ് അത് തിരിച്ച് ചെയ്യുന്നത്. അത് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു നല്ലൊരു കൗതുകമുള്ള ഒരു കാഴ്ചയാണത്. അപ്പം അത് രാത്രി 2 മണിയായിരുന്നപ്പോഴാണ് 30 തീയതി ഒക്ടോബർ 30 2 മണിക്കാണ് ആ ഒരു പരിപാടി ചെയ്യുന്നത്. അപ്പം ഇത്തവണ ഞാൻ ഭയങ്കര ആഗ്രഹിച്ച്, നമ്മൾ നാട്ടിൽ നിൽക്കുമ്പോൾ യൂട്യൂബിൽ കണ്ടിട്ടുള്ള ഒരു കാര്യമൊക്കെയാണ് എനിക്കുള്ളത്. അപ്പം ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച് ഞാൻ രാത്രിയിൽ കൂട്ടുകാരനെ വിളിച്ച് ഞങ്ങള് ബിഗ് ബെന്നിൽ പോയി ഈ ഒരു ടൈം ബാക്കിലേക്ക് കറങ്ങുന്നത് കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ എന്നാലും ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ നമുക്ക് അങ്ങനെ ഒരു സംഭവം അല്ല കാണാൻ പറ്റിയത്. അത് പണ്ടൊക്കെ ആയിരുന്നു തോന്നുന്നു തിരിച്ചിട്ട് ബാക്കിലേക്ക് പോകുന്നത്. ഇത് നമുക്ക് കാണാൻ പറ്റിയത് നമ്മളവിടെ ചെന്നപ്പം ഓൾറെഡി അത് ടൈം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. പക്ഷെ എന്നാൽ ക്ലോക്കിന്റെ ലൈറ്റ് എല്ലാം ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എനിക്ക് തവണ കാണാൻ പറ്റിയത് ഇങ്ങനെയാണ്. ഇപ്പം എപ്പോഴും ഇങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഇത്തവണ ഇങ്ങനെയായിരുന്നു. അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ട് 2 മണിയായപ്പം അത് 1 മണി തൊട്ടിട്ട് കറങ്ങാൻ തുടങ്ങി. അങ്ങനെയായിരുന്നു ഇത്തവണ ഉണ്ടായിരുന്നത്. അപ്പം ഇനി ഹാലോവിന്റെ സെലിബ്രേഷൻ. അപ്പം ഹാലോവിൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് ആഘോഷിക്കാൻ വേണ്ടി പോയൊരു ഇവന്റ് ആണ് ഇവിടെ. അപ്പം നമ്മൾ നാട്ടിൽ വെച്ചിട്ട് ഞങ്ങൾ ഒരു ഹാലോവിൻ ആഘോഷിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒരു ഹാലോവിൻ ആഘോഷിച്ചിട്ടുണ്ട്. ആ ഒരു വീഡിയോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോകാം.
അപ്പം ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ ഒരു 2-3 വർഷങ്ങൾക്ക് മുമ്പാന്ന് തോന്നുന്നു. അത് ഞങ്ങൾ എല്ലാവരും കൂടെ കൂട്ടുകൂടി ഞങ്ങളൊരു ചുമ്മാ ഒരു സെലിബ്രേഷൻ ചെയ്തതാണ് നമ്മുടെ നാട്ടില്. അപ്പം അത്രത്തോളം ഒരു ഒരു ആഗ്രഹത്തിന്റെ പുറത്താണ് നമ്മൾ അതെല്ലാം ചെയ്തത്. ഇത്തവണ എനിക്ക് ഇവിടെ വന്നപ്പം ഹാലോവിൻ നമ്മള് ഈ വീഡിയോസൊക്കെ കണ്ടിട്ടുള്ളൊരു പരിചയമുള്ളൂ. അപ്പം കൂടുതൽ എക്സ്പ്ലോർ ചെയ്യണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇവിടെ യുകെയിലൊക്കെ നല്ല രീതിയിൽ തന്നെ ആഘോഷിക്കുന്ന ഒരു ഇവന്റ് ആണ് ഹാലോവിൻ. അങ്ങനെ എന്ത് ചെയ്തു, അങ്ങനെ ഞങ്ങള് രാത്രിയൊക്കെ ആയപ്പം സ്ട്രീറ്റിലേക്ക് ഇറങ്ങി. അപ്പം സ്ട്രീറ്റിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയാണ്. ഫുള്ള് ലൈറ്റ്സും ഫുള്ള് ഡ്രസ്സിങ്ങും ഫുള്ള് ആൾക്കാരാണ്, ഫുള്ള് വൈബാണ്. നമുക്ക് റോഡിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാര്. ഇപ്പം ഞാനൊക്കെ ഇറങ്ങിയത് ഞങ്ങൾ 7 മണിയായപ്പം അവിടെ ഒരു സ്ട്രീറ്റിൽ ഞങ്ങൾ പിക്കാഡലി എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ വൺ ഓഫ് ദ അടിപൊളി സ്ട്രീറ്റ് ആണത്. അവിടെയാണ് ഞങ്ങൾ പോയത്. അവിടെ നമ്മൾ ചെല്ലുമ്പോൾ ഞങ്ങൾ ഒരു 7 മണി തൊട്ടിട്ട് ഞങ്ങൾ അവിടെ ഓണായിരുന്നു. 7 മണി തൊട്ടൊരു 2 മണി വരെ ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തു ടൈം. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളിയായിരുന്നു. കാരണം മൊത്തം ലൈറ്റ്സും ഒരുപാട് ആൾക്കാരും എല്ലാവരും ഈ കളർഫുൾ ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ട് അങ്ങനെ നമ്മൾ ഇതുവരെ കാണാത്തൊരു കൗതുകമായിട്ടുള്ള ഒരു കാഴ്ചയായിരുന്നു എനിക്കന്ന് അവിടെ കാണാൻ. ഞാൻ ഇത് ശരിക്കും എക്സ്പെക്ട് ചെയ്തിട്ട് തന്നെയാണ് പോയത്. പക്ഷെ എന്നാൽ ഇത്തവണ ഇത്തിരി മഴ ഒന്ന് ചാറിയത് കൊണ്ട് കഴിഞ്ഞ വർഷത്തേക്കാളും കുറവായിരുന്നു ഇത്തവണ ആൾക്കാർ വന്നതൊക്കെ. അപ്പം കഴിഞ്ഞ വർഷത്തെ ഓർമ്മ തന്നെ കഴിഞ്ഞ വട്ടം വന്നപ്പം ഹാലോവിന്റെ ഒരു ടൈമായിരുന്നു. അപ്പം അന്ന് ഞാൻ വരുന്ന സമയത്ത് നമ്മുടെ കൂടെ ആരും ഇല്ല. കാരണം എല്ലാവരും ഷിഫ്റ്റിന് പോകണു, എല്ലാവരും തിരക്കാണ്. ആ ഒരു വന്ന ടൈമല്ലേ, വന്ന ടൈമിൽ എല്ലാവരും ജോലിക്ക് വേണ്ടിയിട്ട് ഭയങ്കര ആത്മാർത്ഥതയാണ് പൈസ ഉണ്ടാക്കാൻ. അപ്പം അങ്ങനെ നമ്മള് ആരും ഇല്ലാതിരുന്ന സമയം. അപ്പം അന്ന് എനിക്കൊരു സൈക്കിൾ ഉണ്ടായിരുന്നു, ഞാൻ ഒരു സൈക്കിൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് ആരുമില്ല വീട്ടിൽ, ഞാൻ ഒറ്റയ്ക്കാണുള്ളത്. അപ്പം എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് എന്തായാലും ചുമ്മാ വീട്ടിൽ ഇരിക്കുന്ന കാര്യമില്ല. ഞാൻ എന്ത് ചെയ്തു, ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് സൈക്കിളും ചവിട്ടി ലണ്ടനിലേക്ക് പോയി. ലണ്ടൻ ബ്രിഡ്ജിൽ പോയി ഒരു 30 മിനിറ്റ്സോളം സൈക്കിൾ ചവിട്ടി പോകാനുള്ള ഉണ്ടായിരുന്നു. ഞാനങ്ങനെ ആ ഒരു ആഗ്രഹത്തിന് പുറത്ത് ഞാൻ അങ്ങനെ സൈക്കിൾ ചവിട്ടി പോയിട്ട് അവിടെ എന്താ ഒരുപാട് ഇങ്ങനെ സംഭവങ്ങളൊക്കെ കണ്ട് ഫോട്ടോസ് ഒക്കെ എടുത്ത് തിരിച്ചു പോരുകയാണ് ചെയ്തത്. അപ്പം ആ ഒരു ഹാലോവിന്റെ സമയത്ത് ഞാൻ തീരുമാനിച്ചായിരുന്നു അടുത്ത വർഷത്തെ ഹാലോവിൻ, ക്രിസ്മസ് അതെല്ലാം എനിക്ക് നല്ല രീതിയിൽ ആഘോഷിക്കണമെന്ന് ഞാൻ അന്ന് തീരുമാനിച്ചതാണ്. അപ്പൊ അങ്ങനെയാണ് ഞാൻ വെൽ പ്രിപ്പയർഡ് ആയിട്ടാണ് ഞാൻ ഹാലോവിൻ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയത്. ഇവിടെ ഈ ഒരു ലണ്ടന്റെ ഈ ഒരു ഭാഗത്ത് പിക്കാഡിലി, ഓക്സ്ഫോർഡ് സർക്കസ് അങ്ങനെ ഒരുപാട് സ്ട്രീറ്റുകളെല്ലാം അടുപ്പിച്ചാണ്. അപ്പം നമുക്ക് ഈ ഒരു ഏരിയ തുടങ്ങി കഴിഞ്ഞാൽ അങ്ങ് അറ്റം വരെ നമുക്ക് അത്യാവശ്യം നടന്ന് ആസ്വദിച്ച് കാണാൻ പറ്റുന്ന സംഭവങ്ങളെല്ലാം ഈ ഒരു ഏരിയയിലുണ്ട്. അപ്പം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഓൺ ആയിട്ടുള്ള ഒരു പ്ലേസ് തന്നെയാണ് ഈ ഒരു ലണ്ടനിലെ ഈ ഒരു പർട്ടിക്കുലർ ഏരിയാസ് എന്ന് പറയുന്നത്. ഇവിടെയൊക്കെ നമ്മൾ എപ്പോൾ വന്നാലും നിറച്ച ആൾക്കാരായിരിക്കും. ഇവിടെ എപ്പോഴും ആൾക്കാർ ഇപ്പം യൂത്ത് ആയിട്ടുള്ള ഒരുപാട് പേരൊക്കെ വന്നിട്ട് ഒരുപാട് ഫംഗ്ഷൻ, അതായത് പാട്ട് പാടും, ഡാൻസ് കളിയും, അങ്ങനത്തെ കുറെ എല്ലാം പൈസയ്ക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ പൈസ ഇപ്പം ഡൊണേറ്റ് ചെയ്യണം, അങ്ങനെ അവര് പാട്ട് പാടല്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ഏരിയ ആണ്. കാരണം ഒരുപാട് ആൾക്കാർ നൈറ്റിൽ രാവിലത്തെ ഡെയിലെ പോലെ തന്നെയാണ് നൈറ്റും ഇവിടെ ഉണ്ടാവണം, ഫുൾ ടൈം ഓണാണ്. അപ്പം അങ്ങനെ ഇപ്പം കൂടുതലും ഇവിടെ ആൾക്കാരുണ്ടാകുന്നത് വെള്ളി ശനി ദിവസങ്ങളിലാണ്. കാരണം ജോലിയെല്ലാം കഴിഞ്ഞിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന ആ ഒരു വെള്ളി ശനിയാണ് അവർ എപ്പോഴും ഇവിടെ ഫുള്ളായിരിക്കും ആൾക്കാർ. അത്യാവശ്യം നല്ലൊരു ഓണായിരിക്കും ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ഹാലോവിന്റെ ടൈമിലാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റിയത് ഒരുപാട് പേര് ഇങ്ങനെ പാട്ട് പാടാനും അത് ആൾക്കാർ മൊത്തം ചുറ്റും കൂടിയിട്ട് അവരുടെ ഒപ്പം നിന്ന് ഡാൻസ് കളിക്കും. അങ്ങനത്തെ ഒരു എൻജോയ്മെന്റ് ആണ് ഇവിടെ കൂടുതലും ഉള്ളത്. പിന്നീട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ടൈമിലായതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ട്, നല്ല ഹാലോവിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ട്, ഈ വിൽഡേയും അങ്ങനെ ഒരുപാട് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വന്നിട്ട് എല്ലാവരും ഫോട്ടോ എടുക്കും. ഇപ്പം നമ്മൾ മലയാളീസൊക്കെ ആണെങ്കിലും ഒരുപാട് പേര് ഇങ്ങനെ കോസ്റ്റ്യൂംസ് ഒക്കെ ധരിച്ച് വന്നിട്ട് നല്ല രീതിയിൽ സെലിബ്രേറ്റ് ചെയ്തായിരുന്നു. അപ്പം ഈ ഒരു വീഡിയോയിൽ കാണുന്നത് നമ്മുടെ മലയാളീസിന്റെ ഗ്യാങ് ആണ്. അവര് വന്നിട്ട് കോസ്റ്റ്യൂംസ് ഒക്കെ ഇട്ട് വന്നിട്ട് അത്യാവശ്യം അടിച്ചു പൊളിച്ചൊരു അതാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ടൈമിൽ നമുക്ക് ഒരുപാട് ഫോട്ടോസ് എടുക്കാം. അപ്പം അത് വലിയൊരു സെലിബ്രേഷൻ തന്നെയാണ് ഇവിടെ. നമുക്കിപ്പം അവരുടെ ഒപ്പം ഡാൻസ് ഒക്കെ കളിക്കാം, അങ്ങനെ രസമില്ല. പിന്നെ അന്ന് ഒരു നെഗറ്റീവായിട്ടൊരു സംഭവം നടന്നു. അതായത് നമ്മുടെ ഇന്ത്യൻസ് ആണ്, ഹൈദരാബാദീസ് അങ്ങനെ എന്തോ ടീമാണ്. അങ്ങനെ വന്നിട്ട് ഇവര് ഈ ഫംഗ്ഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവര് റിക്വസ്റ്റ് ചെയ്തൊരു പാട്ട് ഇടാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവര് എന്ത് ചെയ്തു, ഒരു ഹിന്ദി സോങ് കിട്ടും. ഇവരെന്ത് ചെയ്തു, ഇവരെല്ലാവരും കൂടെ കയറി ആകെ അലമ്പാക്കി. അങ്ങനെ അലമ്പാക്കിയപ്പം അവർക്ക് ഇറിറ്റേഷൻ ആയി ഭയങ്കരമായിട്ട്. അങ്ങനെ അവര് പോകാനൊക്കെ പറഞ്ഞു. അങ്ങനെ അവര് തമ്മിൽ വാക്ക് തർക്കമൊക്കെ ആയി. അത് ഭയങ്കര ഒരു നെഗറ്റീവായിട്ടൊരു സംഭവം തന്നെ. അപ്പം നമ്മൾ ഇന്ത്യക്കാരൊക്കെ ഭയങ്കര ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് അവിടെ ശരിക്കും ഉണ്ടായത്.
ബാക്കിയുള്ളവർ നോക്കുമ്പോഴാണെങ്കിലും ഈ ഇപ്പൊ ഹൈദരാബാദീസ് ആണെങ്കിൽ പോലും അതെല്ലാം ഇന്ത്യ എന്നുള്ളൊരു കൺട്രി ആണ് അവർ കമ്പയർ ചെയ്യുക. അല്ലാണ്ട് നമ്മളിപ്പോൾ കേരളമാണ് അല്ലെങ്കിൽ ഹൈദരാബാദ് ആണ് അങ്ങനെ നോക്കത്തില്ലല്ലോ. ഇന്ത്യ എന്നുള്ളൊരു ഒരു ബാഡ് അങ്ങനെയാണ് അവർ നോക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് ഇതുണ്ട്. ശരിക്കും അങ്ങനെയൊന്നും ചെയ്യരുത്. കാരണം അന്നത് കണ്ടപ്പം ഞങ്ങളാണെങ്കിൽ പോലും അവർക്കെതിരാ നിന്നെ മീൻസ് മീൻസ് ആ ഹൈദരാബാദീസിനെതിരെ. കാരണം അവർ കാണിച്ച വളരെയധികം ചെറ്റത്തരമായിരുന്നു. പക്ഷെ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. പിന്നെ അവര് ഒരുപാട് പോലീസിനെയൊക്കെ വിളിക്കും എന്നൊക്കെ പറഞ്ഞ അവസാനം അവരെ ഒഴിവാക്കി വിട്ടു. പിന്നീട് നമ്മൾ ഈ റോഡിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് ഇതേപോലത്തെ കളർ ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ട് ഒരുപാട് വണ്ടികളുണ്ട്. ഇത് ശരിക്കും പറ്റിപ്പെന്ന് വെച്ചാൽ അടാർ പറ്റിപ്പാണ്. കാരണം അവര് നല്ല രീതിയിലുള്ള പൈസയും ചാർജ് ചെയ്യും. ജസ്റ്റ് ഒരു റൗണ്ട് ആ സൈക്കിളിൽ കൊണ്ടുപോകും. നമ്മള് ഫോറിൻ മീൻസ് ഇവിടെ ഉള്ളവരൊക്കെ കയറും. നമ്മുടെ ഇന്ത്യൻസ് ഒന്നും അധികം കയറത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതിന് മാത്രം ഒന്നും ഇല്ല. ജസ്റ്റ് അവർ സൈക്കിൾ ചവിട്ടി കൊണ്ടേ കാണിക്കാൻ ലൈറ്റിൽ കുറച്ച് വീഡിയോസ് ഒക്കെ എടുക്കുക, അത്രേ ഉള്ളൂ. പക്ഷെ അവർ നല്ലപോലെ എമൗണ്ട് ചാർജ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഇത്. പിന്നീട് ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ ചൈന ടൗൺ എന്നാണ് പറയുന്നത്. നമ്മുടെ UK-ലെ ചൈനക്കാരുടെ ഒരു ഏരിയ അങ്ങനെ എന്തോ ആണ് സംഭവം. അപ്പം ഫുൾ ഓഫ് എന്താ പറയണ ചൈന ഡെക്കറേഷൻ ആണ്. ഫുൾ ആ ഫ്ലാഗും ഡ്രാഗണും അങ്ങനത്തെ പരിപാടികളാണ്. ഈ ഒരു ഏരിയ ഫുൾ ടൈം ഓൺ ആണ്. ഫുൾ കളർഫുൾ ആണ്. ഇവിടെ ഫുള്ള് ലൈറ്റ്സും ഫുള്ള് ഫ്ലാഗ്സ് ഒക്കെ ആയതുകൊണ്ട് തന്നെ സ്ഥിരം ആൾക്കാരാണ്. ഒരുപാട് ഫുഡ് കോർട്ടും കാര്യങ്ങളെല്ലാം ഈ ഒരു ഏരിയയിലുണ്ട്. പിന്നീട് ഞാൻ ആഗ്രഹിച്ചു വന്ന ഈ ഒരു എന്താ കോസ്റ്റ്യൂംസും പരിപാടിയെല്ലാം കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു വന്നത്. കാരണം നമ്മൾ മടുക്കാത്ത അത്രത്തോളം നമുക്ക് ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള ഡ്രസ്സിങ്ങിലാണ് അവർ വരുന്നത്. അതിപ്പം കുട്ടികൾ തൊട്ടിട്ട് വലിയ ആൾക്കാർ വരെ അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് ഇവിടെ. അത് നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന ഒരു സംഭവമാണ്. കുട്ടികളൊക്കെ ആണെങ്കിലും നല്ല ഡ്രസ്സൊക്കെ ഇട്ട് മീൻസ് പ്രേതത്തിന്റെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വരുമ്പം അടിപൊളിയാണ്. നമുക്ക് രസമാണ്. പിന്നീട് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും അവരും നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ട്. ഒരുപാട് പേര് അങ്ങനെ ഉണ്ട്. പക്ഷെ കൂടുതൽ എന്നാൽ പോലും രണ്ടും കൂടെ നോക്കുമ്പോൾ യൂത്ത് ആണ് ഫുൾ ടൈം ഓൺ ആയിട്ടുള്ളത്. അവരാണ് ശരിക്കും എൻജോയ് ചെയ്യുന്നത് ഈ ഒരു ഏരിയയിൽ. പിന്നീട് നമുക്ക് സ്ട്രീറ്റിൽ കൂടെ ഒക്കെ ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് ഇതേപോലത്തെ ഒരു ഡ്രോയിങ് ഒക്കെ കാണാൻ പറ്റും. ഇതിപ്പം എല്ലായിടത്തും ഉള്ളതാണ്. ഇപ്പം ഹാലോവിൻ ആയതുകൊണ്ടല്ല, അല്ലെങ്കിൽ തന്നെ ഇവിടെ എപ്പോഴും ഡ്രോയിങ് ഒക്കെ വരച്ച് അവര് കൊടുക്കുന്ന ഏരിയ ആണ്. ഒരുപാട് ഗെയിംസും ഒരുപാട് പരിപാടികളെല്ലാം ഈ ഒരു ഏരിയയിൽ ശരിക്കും നടക്കുന്നതാണ് നൈറ്റിൽ. ഇതിപ്പോൾ ഹാലോവിൻ ആയതുകൊണ്ട് അല്ല ഇങ്ങനെ ഒരു ഡ്രോയിങ് ഒക്കെ, ഇതൊക്കെ എപ്പോഴും ഉള്ളത് തന്നെയാണ്. ഇതൊക്കെ ശരിക്കും അവർ വരയ്ക്കുന്നതൊക്കെ എന്താ ദൈവത്തിന്റെ ഒരു ബ്ലെസ്സിങ്സ് ഉണ്ടെന്ന് അറിയാം. അതേപോലെ അടിപൊളിയായിട്ടാണ് വരയ്ക്കുന്നത്. അപ്പം നമുക്ക് ഈ ഫോട്ടോയിലൊക്കെ കറക്റ്റ് അവരുടെ മുമ്പിൽ നിന്ന് വരയ്ക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ആ ഒരു ഡ്രോയിങ് വരച്ച് കഴിഞ്ഞിട്ട് അവരെ കാണിച്ചു കഴിയുമ്പോൾ അവരുടെ ഒരു എക്സ്പ്രഷൻ എന്ന് പറയുന്നത് വളരെ വളരെ സൂപ്പർ, നല്ല വണ്ടറിങ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. അവർക്കാണെങ്കിലും അത് കാണുമ്പോൾ ഇത് എന്റെ ഫേസ് അല്ലേ എന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു എക്സ്പീരിയൻസ് ആണ് നല്ല രസമായിരുന്നു. ഇതൊക്കെ ശരിക്കും പൈസ കൊടുത്തിട്ടാണ് നമ്മൾ വരയ്ക്കുന്നത്. നമ്മൾ ഇത് വരച്ച് തരണമെങ്കിൽ നമുക്ക് അവർക്ക് പൈസ കൊടുക്കണം. അപ്പം അതും ഈ ഒരു സംഭവം വരച്ച് കഴിഞ്ഞാൽ £20 £30 എന്തോ ആയിരുന്നു അവരുടെ ഫോട്ടോ വരച്ച് ആ പേപ്പറിൽ കൊടുക്കുന്നതിന്. 20 or 30 വരെ, ഞാൻ മറന്നുപോയി. ആ ഒരു റേഞ്ചാണ്, 20 or 30 ആണ് അവർ വരച്ച് തരുന്നതിന് ചാർജ് ചെയ്യുന്നത്. ഇപ്പം ഇവർ വരയ്ക്കുമ്പോഴാണെങ്കിൽ പോലും ചുറ്റും ആൾക്കാരൊക്കെ നിന്ന് നല്ല രീതിയിൽ അവരെ എൻകറേജ് ചെയ്യിക്കും, അല്ലെങ്കിൽ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യും ഇവിടുത്തെ ആൾക്കാരൊക്കെ. ഇതിപ്പം നമ്മളാണെങ്കിൽ പോലും കൗതുകം കൊണ്ട് നമ്മളിങ്ങനെ നോക്കി കുറേ നേരം ആ ഒരു ഫോട്ടോ വരച്ച് തീർന്നവരെ ഞങ്ങൾ നോക്കി നിന്നിട്ടാണ് ഞങ്ങൾ പോയത്. ഇത്തവണ ഞാൻ ഒരുപാട് എക്സ്പെക്ട് ചെയ്തിട്ടാണ് ശരിക്കും ഹാലോവിൻ ആഘോഷിക്കാൻ വേണ്ടി പോയത്. പക്ഷെ ഇത്തവണ ചെറുതായിട്ടൊരു മഴ പെയ്തപ്പം ആൾക്കാരൊക്കെ എന്തോ മഴ ആയതുകൊണ്ടാന്ന് തോന്നുന്നു ആൾക്കാർ കുറവായിരുന്നു. അപ്പം എന്നാൽ പോലും ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ ഇതിലും കൂടുതൽ ആൾക്കാരുണ്ടാവേണ്ടതാണ്. കഴിഞ്ഞ വട്ടമൊക്കെ ഇതിലും കൂടുതൽ ആൾക്കാരുണ്ടായിരുന്നു. അപ്പം അന്നാണ് ഞാൻ എനിക്ക് ആഘോഷിക്കണം എന്നുള്ളൊരു അന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പൊ അങ്ങനെയാണ് ഞാൻ ഇത്തവണ ശരിക്കും ലീവൊക്കെ എടുത്ത് സെറ്റായിട്ട് ഇരുന്നത്. ഫ്രണ്ട്സിനെ കൊണ്ട് ലീവ് എടുപ്പിച്ച് അങ്ങനെ പോകുന്നത് ഭയങ്കര ആഗ്രഹിച്ചു വന്നതാണ് ഇത്തവണ. പിന്നീട് സ്ട്രീറ്റിലൊക്കെ ആണെങ്കിലും നമുക്കിപ്പോൾ ക്രിസ്മസിനോട് അനുബന്ധിച്ച് ഇപ്പം ലൈറ്റിങ്ങും പരിപാടിയെല്ലാം അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം അവർ ചെയ്യുന്നുണ്ട്. സ്ട്രീറ്റിലൊക്കെ ഫുള്ള് ലൈറ്റ്സ് ഇടാൻ വേണ്ടിയിട്ട് ക്രെയിനിൽ കൊണ്ടുവന്നിട്ട് അവർ അതെല്ലാം ഫിറ്റ് ചെയ്യുകയാണ്. അപ്പം അതൊക്കെ നമുക്ക് കാണാൻ പറ്റി ഈ ഒരു ടൈമിൽ. അപ്പം ഇപ്പം ക്രിസ്മസ് ആയി കഴിഞ്ഞാൽ പിന്നെ പറയാൻ വേണ്ട, ഫുള്ള് ലൈറ്റ് ആയിരിക്കും സ്ട്രീറ്റ് മൊത്തം. നല്ല അടിപൊളി എന്ന് വെച്ചാൽ വേറെ ലെവൽ സാധനമാണ്. ഇപ്പം ഈ ഒരു കോസ്റ്റ്യൂം ഒക്കെ ഇട്ട് വന്നു കഴിയുമ്പം അവരാണെങ്കിൽ പോലും നമുക്ക് പോയി ഫോട്ടോ എടുക്കാം. അവരൊക്കെ ഭയങ്കര വെൽക്കമിങ് ആണ്. നമ്മളിപ്പം ഞാൻ ഫോട്ടോ എടുത്തോട്ടെ എന്ന് ചോദിച്ചാൽ കമോൺ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ വിളിച്ചിട്ട് ഫോട്ടോ എടുക്കും. അവരിപ്പം ഈ ഒരു ഡ്രസ്സിങ് ചെയ്ത് വരുന്നവരെല്ലാം ഒരുപാട് ടൈം ഇങ്ങനെ നിന്ന് വന്നവർ മൊത്തം ഇങ്ങനെ എടുത്തോണ്ടിരിക്കുക ഫോട്ടോ. അപ്പം അത്രത്തോളം ടൈം അവർ പേഷ്യൻ്റ് ആയിട്ട് നിന്നിട്ട്
നല്ല രീതിയിൽ അവരൊക്കെ സഹകരിക്കുന്ന ഒരു സംഭവം കൂടിയാണ്. കാരണം രസമാണല്ലോ. അപ്പം അത് അവരും എൻജോയ് ചെയ്യുന്നുണ്ട്, നമ്മളും എൻജോയ് ചെയ്യുന്നുണ്ട്. അതെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. നമുക്കിപ്പോൾ ഷോപ്പിൽ നിന്നൊക്കെ ഈ ഒരു കൈൻഡ് ഓഫ് ഡ്രസ്സ് എല്ലാം നമുക്ക് വാങ്ങാൻ കിട്ടുന്നതാണ്. ഇപ്പോൾ ബ്ലഡ് ഒക്കെ ആണെങ്കിലും നമുക്ക് ഫേക്ക് ബ്ലഡ് ഒക്കെ നമുക്ക് അവിടെ നിന്ന് കിട്ടും. 1 പൗണ്ട് ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു ട്യൂബ്. ഇത്രയും കുഞ്ഞൊരു ട്യൂബുണ്ട്, ആ ട്യൂബിൽ ഫേക്ക് ബ്ലഡ് ആണ്. അതൊക്കെ നമുക്ക് തേച്ചിട്ടൊക്കെ നടക്കാം. അപ്പൊ അങ്ങനെയൊക്കെ നല്ലൊരു രസം, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ശരിക്കും ഈ ഒരു സെലിബ്രേഷൻ എന്ന് പറയുന്നത്. ഈ ഫേസ് കാണാത്തത് കൊണ്ട് തന്നെ ആൾക്കാർ അവരുടെ ഉള്ളിലുള്ള കഴിവുകളെല്ലാം അവർ പ്രകടിപ്പിക്കും. എല്ലാവരും മാസ്കിലല്ലേ, അപ്പം അവര് നാണോ അല്ലെങ്കിൽ ഒരു ആ ഒരു പരിപാടിയൊന്നും ഇല്ല. അപ്പം നല്ല രീതിയിൽ അവരുടെ ടാലന്റ് ഒക്കെ മനസ്സിലാവുന്ന ഈ ഒരു ടൈമിലാണ് അവർ കാണിക്കുന്ന കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഇതിപ്പം ഇതിപ്പം ഈ ഒരു ഫാമിലി മൊത്തത്തിലാണ് വന്നിരിക്കുന്നത് ഹാലോവിൻ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി. എല്ലാവരും അവരുടേതായ കോസ്റ്റ്യൂംസും പരിപാടിയെല്ലാം ഇട്ടിട്ട്. അപ്പൊ ഇതൊക്കെ കാണുമ്പം എന്താ പറയാ, അത്രത്തോളം അവര് ഒരു വാല്യൂ കൊടുക്കുന്ന ഒരു ഫെസ്റ്റിവലാണ് ഈ ഒരു ഹാലോവിൻ എന്ന് പറയുന്നത്. അപ്പം അവര് ആ ഒരു ദിവസം എല്ലാവരും ലീവൊക്കെ എടുത്ത് അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഒരു എൻജോയ്മെന്റ് കണ്ടെത്തി ജീവിക്കുന്നവരാണ് ഇവിടെ ഉള്ളവർ. ഇപ്പം നമ്മളെന്നൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ പറയുമ്പോൾ എന്താ നാളത്തേക്ക് വേണ്ടി സേവ് ചെയ്ത് അങ്ങനെയാണല്ലോ. ഇവിടെ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഒരുപാട് ഫോറിനേഴ്സ് ഒക്കെ വരുന്നതാണ്. ഇവര് അപ്പം കിട്ടുന്നതെല്ലാം ചെലവാക്കി എൻജോയ് ചെയ്ത് അവരുടെ ലൈഫ് അടിപൊളിയാക്കിയാണ് ഇവിടെ ഉള്ളവർ പോകുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് വലിയ സേവിങ്സോ പരിപാടിയോ ഒന്നും ഉണ്ടാകത്തില്ല. അവരിങ്ങനെ എല്ലാ ഫെസ്റ്റിവലിലും പോയിട്ട് അത്യാവശ്യം അടിച്ചു പൊളിച്ച് അവര് ഫുൾ ഒരു വൈബാണ്. പിന്നീട് ഞാൻ നേരത്തെ പറഞ്ഞാൽ ഒരുപാട് എക്സ്പെക്ട് ചെയ്ത് അല്ലെങ്കിൽ ഒരുപാട് ആഗ്രഹിച്ചു വന്നതാണ് ഈ ഒരു ഹാലോവിൻ സെലിബ്രേഷൻ എന്ന് പറയുന്നത്. പക്ഷേ അന്ന് എനിക്കൊരു മണ്ടത്തരം പറ്റി. അന്ന് നമ്മൾ എന്ത് ചെയ്ത് ആ ഒരു പബ്ബിൽ പോകാൻ വേണ്ടിയിട്ടൊക്കെ റെഡി ആയിട്ടൊക്കെയാണ് വന്നത്. പബ്ബിൽ മീൻസ് ക്ലബിങ്ങിന് പോവാം, ഡാൻസ് കളിക്കാം എന്നുള്ള രീതിയിലൊക്കെ ആഗ്രഹിച്ചാണ് വന്നത്. പക്ഷെ എന്നാലും നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ID കാർഡ് കാണിക്കണമായിരുന്നു. പക്ഷെ ഞാൻ ID കാർഡ് എടുത്തില്ല. ഞാൻ ID കാർഡ് എടുക്കാൻ കാരണം നമുക്ക് എന്താ ആ ഒരു എൻട്രി കിട്ടില്ല, നമുക്ക് കയറാൻ പറ്റിയില്ല. അങ്ങനെ എൻ്റെ കൂടെ 4 ഉണ്ടായിരുന്നു. അപ്പം അവർക്കും കയറാൻ പറ്റിയില്ല ഞാൻ കാരണം. അങ്ങനെ അതൊരു ഭയങ്കര സങ്കടമായിപ്പോയി. കാരണം ഒരുപാട് ആഗ്രഹിച്ചു വന്നിട്ട് നമുക്ക് കിട്ടാതെ വന്നപ്പം നമ്മൾ പുറത്തു നിന്നൊക്കെ കാണുമ്പോഴാണെങ്കിൽ എല്ലാവരും ഭയങ്കരമായിട്ട് ഡാൻസ് കളിയും രസമായിരുന്നു. അപ്പം അത് ശരിക്കും മിസ്സായിട്ടൊരു സങ്കടം ഉണ്ടായിരുന്നു. പക്ഷെ കൂടെ ഉണ്ടായിരുന്ന ഒരു കൂട്ടുകാരൻ്റെ ഫ്രണ്ട് ഒരു ക്ലബിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അവനൊരു സെക്യൂരിറ്റി ആയിട്ട് അവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പം അവന്റെ റെക്കമെൻഡേഷനിൽ ഞങ്ങൾ കയറി. അതൊരു കുഞ്ഞി ക്ലബ്ബായിരുന്നു. അവിടെ ജസ്റ്റ് ഞങ്ങൾ കയറി, ഞങ്ങൾ ഡാൻസ് ഒക്കെ കളിച്ചിട്ട് ഞങ്ങൾ പോകുന്നു. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എക്സ്പീരിയൻസ് ഒന്നും അല്ല, നല്ല രീതിയിൽ ഞങ്ങൾ എൻജോയ് ചെയ്തു. ഞങ്ങൾ കുറച്ചു നേരം അവിടെ ഇരുന്നൊക്കെ തുള്ളി. അങ്ങനെ ക്ലബിൽ പോയില്ല എന്നുള്ളതിന്റെ ഒരു സങ്കടം മാറിയത് അപ്പോഴാണ്. പക്ഷെ എന്നാൽ പോലും അതൊരു കുഞ്ഞിതായിരുന്നു. ഞങ്ങൾ വലിയൊരു ക്ലബിലായിരുന്നു ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്നത്. പക്ഷെ അത് ബുക്ക് ചെയ്താൽ പോലും നമുക്ക് ID കാർഡ് ഇല്ലെങ്കിൽ അവർ കയറ്റിവിടത്തില്ല. ഫുള്ള് സെക്യൂരിറ്റിയും പരിപാടിയും കഴിഞ്ഞിട്ടൊക്കെയാണ് കയറ്റത്തുള്ളൂ. അപ്പം അത് ഭയങ്കര സങ്കടമായിരുന്നു അന്ന്. ഈ ഒരു ക്ലബിങ്ങും പരിപാടിയൊക്കെ എപ്പോഴും ഇവിടെ ഉണ്ടാവുന്ന ഒരു സംഭവമാണ്. ഇപ്പൊ ഹാലോവിൻ ആയതുകൊണ്ട് മാത്രമല്ല ഇതിപ്പം ഇങ്ങനെ നടക്കുന്നത്. ഇപ്പം ഹാലോവിൻ ആകുമ്പോൾ നമുക്ക് സ്പെഷ്യലായിട്ട് കാണാൻ പറ്റുന്നത് ഇവിടുത്തെ കോസ്റ്റ്യൂംസും അവരുടെ സ്റ്റൈലും കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു ടൈമിൽ നമുക്ക് അഡ്വാൻറ്റേജ് ആയിട്ട് കാണാൻ പറ്റുന്നത്. അപ്പം ബാക്കിയെല്ലാം നോർമലായിട്ട് ഉള്ളൊരു കാര്യം തന്നെയാണ്. അപ്പം ഇതാണ് എൻ്റെ ഒരു ഹാലോവിൻ സെലിബ്രേഷൻ ഇത്തവണ ഉണ്ടായിരുന്നത്. അത്യാവശ്യം ഞങ്ങൾ എൻജോയ് ചെയ്യുകയും ചെയ്തു. അട്രാക്റ്റീവായിട്ട് ഒരുപാട് സംഭവങ്ങൾ കാണാൻ പറ്റി. നമ്മൾ ഇതുവരെ കാണാത്ത സംഭവങ്ങളൊക്കെയാണ്. അപ്പം അതൊക്കെ കണ്ടപ്പം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ. ഇനിയിപ്പോൾ ഉള്ളത് ക്രിസ്മസ് ന്യൂ ഇയറിനോടനുബന്ധിച്ച് സ്ട്രീറ്റ് ഫുള്ള് ലൈറ്റും നമ്മൾ നേരത്തെ കണ്ടില്ലേ, അതേപോലെ അവരെല്ലാം ഹാങ് ചെയ്യും എല്ലായിടത്തും ലൈറ്റ്സും പരിപാടിയെല്ലാം. അപ്പോൾ അതൊക്കെ ആ ഒരു ടൈമിൽ നല്ല രസമായിരിക്കും. അപ്പം ആ ഒരു വീഡിയോയും വരുമ്പോഴേക്കും ഞാൻ കാണിച്ചു തരാം. അപ്പം അടുത്തൊരാഴ്ചയിൽ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ അതുവരേക്കും ബൈ.